കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ കത്തിയെരിയുകയായിരുന്നു. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായ ഒലി ശർമ്മ നാടുവിട്ടു എന്നാണ് ആദ്യം കേട്ടിരുന്നെങ്കിലും പക്ഷെ നാടുവിട്ടിട്ടില്ല. അദ്ദേഹം നേപ്പാളിൽ തന്നെയുണ്ട്. അവിടുത്തെ ശിവപുരിയിലെ സൈനിക ക്യാമ്പിനുള്ളിലാണ് ഈ ഒലിയുള്ളത്. ഒലി കഴിഞ്ഞ ദിവസം തൻ്റെ ഒരു പ്രസംഗം പുറത്തുവിട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് അയോധ്യയെപ്പറ്റിയും ലിംബുവിലേക്ക് കാലാപാനി ലിംബിയാധുരയെ ഒക്കെ താൻ അല്ലെങ്കിൽ നേപ്പാൾ അവകാശവാദം ഉന്നയിച്ചതാണ് തനിക്കിപ്പോൾ ഈ ഗതി വരാൻ കാരണം. പക്ഷേ തനിക്ക് അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരാമായിരുന്നു. പക്ഷെ ഞാൻ മരണം വരെ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതായത് അയോധ്യയൊക്കെ നേപ്പാളിലാണ് ഉള്ളതെന്നും മറ്റുമൊക്കെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതുപോലെ തന്നെ ലിംബുവിലേക്ക് കാലാപാനി ലിംബിയാധുര തുടങ്ങിയവയൊക്കെ നേപ്പാൾ പ്രദേശമാണ്, അത് വിട്ടുതരണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ചൈനയിൽ പോയിട്ട് നിങ്ങൾ ഈ ലിംബു ലേക്ക് വഴിയുള്ള കച്ചവടമൊന്നും നടത്തരുത്, അത് ഞങ്ങളുടെ പ്രദേശമാണ് എന്ന് ചൈനീസ് പ്രസിഡന്റിനെ കണ്ട് പറയുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ നേപ്പാളിൽ നിന്ന് ഒളിച്ചോടിയ പ്രധാനമന്ത്രി ഈ ഒലി ശർമ്മ എന്ന് പറയുന്നത്. ഏതായാലും ഒലി ശർമ്മ ഒളിവിലിരിക്കുമ്പോഴും അവസാനത്തെ ഒളിയം എയ്യുകയാണ്. തൻ്റെ ഈ പതനത്തിന് കാരണം ഇന്ത്യയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അതിനായി താൻ നേപ്പാളിൻ്റെ പ്രദേശം, അതായത് ഇന്ത്യ കൈവശപ്പെടുത്തി എന്നാണ് ഈ ഒലി പറയുന്നത്. ആ പ്രദേശം താൻ തിരികെ ചോദിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. യുവാക്കളെയൊക്കെ ആരോ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന്. ഇത് ആരെ സൂചിപ്പിക്കാനാണ് പറഞ്ഞതെന്ന് അറിയില്ല. ഏതായാലും ഒലിക്ക് ദുബായിലേക്ക് അവരൊരു എൻട്രി അനുവദിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേപ്പാളിൽ തന്നെ ഒലി തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഏതായാലും ഒലിക്ക് മറ്റു രാജ്യങ്ങൾ നൽകാൻ സാധ്യതയില്ല. മുൻപ് ചൈനീസ് പക്ഷപാതിയായിരുന്നു. ഈ അവസാന സമയങ്ങൾ അമേരിക്കൻ പക്ഷത്തേക്ക് ചായുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അമേരിക്കയും ചൈനയും നിലവിൽ ഹെൽപ്പ് ചെയ്യാനില്ല. ദുബായിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവിടെയും മൗനം തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾക്ക്. ഈ ഒരു സാഹചര്യത്തിൽ വേറെ വഴിയില്ല. ഇന്ത്യയിൽ ഏതായാലും 7 അയലത്ത് ഒലിയെ അടുപ്പിക്കാൻ സാധ്യതയുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.